ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇവിടെ ഇന്നു മുതൽ നമ്മൾ ഒത്തുചേർന്ന് ചില വിഷയങ്ങളെ നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത ലക്ഷ്യപ്രാപ്തിക്കും അതുപോലെ തന്നെ വ്യാവഹാരിക തലത്തിൽ എങ്ങനെ കഴിയണം എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ വീക്ഷണം നൽകുന്ന ഒരു വിഷയത്തെ ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഈശാവാസ്യമിദം സർവ. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ തുടക്കത്തിൽ പറയട്ടെ, എത്ര വിവിധ ദിശകളിൽ നിന്ന് അപഗ്രഥിച്ചാലും ഒരു വിഷയത്തിൻ്റെ സമഗ്രത കൈവരണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, സമാധാനങ്ങൾ, ആ രീതിയിൽ ചർച്ച മുന്നോട്ട് പോകണം. അപ്പോഴേ വിശദമാകൂ ഏത് വിഷയമായാലും. അതുകൊണ്ട് തന്നെ എന്ത് സംശയമുണ്ടെങ്കിലും യാതൊരു മടിയും കൂടാതെ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. അറിയില്ലാച്ചാൽ സുഖം, അറിയില്ല എന്ന് പറയാൻ. തുടക്കത്തിലേ പറയുന്നത് വിഷയത്തിൻ്റെ സമഗ്രത, വൈശദ്യം അങ്ങനെയേ വരൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അല്പസമയം നമ്മളതിന് നീക്കി വയ്ക്കും, ആ സമയം ഉപയോഗിക്കാം എന്ന് തുടക്കത്തിലേ പറയുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇവിടെ വിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രഭാഗം, അതിനെക്കുറിച്ചൊരല്പം മനസ്സിലാക്കണം. അതിനുവേണ്ടി അല്പം പ്രാഥമിക പരിചയം പറഞ്ഞ ശേഷമാക്കാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈശാവാസ്യമിദം സർവ. ഈ വാക്യം ഉപനിഷത്തുക്കളിൽ പ്രഥമമായി മാനിക്കപ്പെടുന്ന ഈശാവാസ്യോപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഈശാവാസ്യം ഇദം സർവ. സനാതനധർമ്മത്തിൻ്റെ, വൈദിക ധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ ഇതൊക്കെ പര്യായവാചികളാണ്. നാശരഹിതമായതുകൊണ്ട് സനാതന ശബ്ദവും
വേദത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് വൈദിക ശബ്ദവും ഹിമാലയം മുതൽ ഇന്ദു സരോവരം വരെയുള്ള ഭൂപ്രദേശത്തു നിന്ന് ലോകമാസകലം പ്രചരിച്ചതായതുകൊണ്ട് ഹിന്ദു ശബ്ദവുമൊക്കെ ധർമ്മത്തോട് ചേർത്ത് നമ്മൾ വ്യവഹരിക്കുകയാണ്. സനാതനധർമ്മം, ഹിന്ദുധർമ്മം, വൈദിക ധർമ്മം എന്നൊക്കെ. ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്നത് വേദത്തിലാണ്. ധർമ്മത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യുന്ന മനു ഒന്നാമതായി നമ്മെ ബോധിപ്പിക്കുന്നത് വേദമാണ് ധർമ്മമൂലം എന്നതാണ്. വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്വിദാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച. എന്തൊക്കെയാണ് ധർമ്മത്തിൻ്റെ പ്രമാണങ്ങൾ? എങ്ങനെ ധർമ്മത്തെ നമുക്ക് തിരിച്ചറിയാം? ഈ ചോദ്യത്തിന് സമാധാനമാണ് മനു പറയുന്നത് അഖിലഃ വേദഃ. ഖിലം എന്നാൽ ബാക്കിയുള്ള ഭാഗം, ശേഷിക്കുന്നത്. അഖിലം എന്ന് പറഞ്ഞാൽ ശേഷമില്ലാത്തത്, നിശേഷമായ, പരിപൂർണമായ വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ഇവിടെ അഖിലം എന്നുള്ള ശബ്ദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിന് എന്നാണെങ്കിൽ, ഇന്ന് സനാതനധർമ്മത്തിന് മൊത്തത്തിൽ ഒരു ഉയർച്ച, ഒരു ഉണർച്ച, ജാഗരണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. ലോകം മുഴുവൻ തന്നെ സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന ഉറക്കത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഉണരുന്നുണ്ട്, സംശയമൊന്നുമില്ല. ധർമ്മശാസ്ത്രങ്ങളിലേക്കും ആചരണങ്ങളിലേക്കും സമൂഹത്തിന് ആഭിമുഖ്യം വളരുന്നുണ്ട്. ഇത് വളരെ ശുഭകരമായ ഒരു കാഴ്ചയാണെങ്കിലും ഇതിന് മധ്യേ നമ്മൾ കാണുന്ന വളരെ വിഷമകരമായൊരു പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ, ഒരു വൃക്ഷം അനേകം ശാഖകളും ഉപശാഖകളുമൊക്കെയായി വളർന്ന് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷം, അതൊരു വൃക്ഷമാണ്, അതിനൊരു വേരാണ്. ആ വേരിൽ നിന്നാണ് അനേകായിരം പടലങ്ങൾ, വേരുകൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നല്ലോണം തഴച്ച് ഇടതിങ്ങി ഇടതൂർന്ന് വളരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണെങ്കിലും ആ വൃക്ഷത്തിൻ്റെ ഓരോരോ കൊമ്പുകളെ സമാശ്രയിക്കുന്നവർ ഇതൊരു വൃക്ഷമാണെന്ന് മറന്ന്, അഥവാ അത് ചിന്തിക്കാതെ, മറന്ന് എന്ന വാക്ക് പറയുമ്പോൾ ആദ്യം അത് അറിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥമാണ്. അറിഞ്ഞതിനെയാണല്ലോ മറക്കുക. അതുകൊണ്ടാണ് ഈ രണ്ട് പദപ്രയോഗം. ഒന്നുകിൽ മറന്ന്, അല്ലെങ്കിൽ ചിന്തിക്കാതെ തങ്ങളുടെ കൊമ്പ് മാത്രം ഉത്കൃഷ്ടം എന്നൊരു ധാരണ പുലർത്തുന്നതായി ലോകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉപനിഷത്തുക്കളെ പരമപ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന, അഭിമാനിക്കുന്ന വേദാന്തികൾ വേദത്തിൻ്റെ പൂർവഭാഗത്തെയും അതിനനുസൃതമായ കർമ്മകാണ്ഡത്തെയുമൊക്കെ നിരസിക്കുന്നതായും നിന്ദിക്കുന്നതായും നമ്മൾ കാണുന്നു. ഞങ്ങൾ പൂർവമീമാംസകന്മാരാണ്, കർമ്മകാണ്ഡികളാണ് എന്നഭിമാനിക്കുന്ന വൈദികർ കർമ്മകാണ്ഡം മാത്രം പ്രമാണമെന്നും ഉപനിഷത്ത് പ്രമാണമല്ല എന്നുമുള്ള നിലയ്ക്ക് ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നു. ഒരാനയിൽ അന്ധരെന്ന പോലെ. ഇത് വളരെ വിഷമകരമാണ്.
എന്തിനേറെ സംഹിത ബ്രാഹ്മണാത്മകം മാത്രമാണ് വേദമെന്നും ഉപനിഷത്തുക്കൾ അർത്ഥവാദപരങ്ങളാണെന്നും പ്രചരിപ്പിക്കുന്നു സമൂഹത്തിൽ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഈ വാക്യം നമ്മൾ ഓർമ്മിക്കണം. അഖിലഃ വേദഃ, സമ്പൂർണമായ വേദം. അവിടെ സംഹിത ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡമെന്നോ ഉപനിഷദാത്മകമായ ജ്ഞാനകാണ്ഡമെന്നോ വ്യത്യാസമില്ല. സമ്പൂർണമായ വേദം. അതാണ് ധർമ്മത്തിൻ്റെ മൂലം, ധർമ്മത്തിൻ്റെ പരമപ്രമാണം. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഇത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച കലഹത്തിൽ നമ്മൾ പെട്ടുപോവില്ല. അല്ലെങ്കിൽ നമ്മളും ആ വകയിൽ പെട്ടുപോകും. കാരണം ഇന്ന് ഈ വക കലഹങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ഈ മനുവിൻ്റെ വാക്യം പരമശ്രദ്ധേയമാണ്. വേദോഖിലോ ധർമ്മമൂലം. ശരി, ഈ വേദം അറിവ് എന്ന് പ്രധാനമായ അർത്ഥമുള്ള വേദം ഋഷീശ്വരന്മാരാൽ സാക്ഷാത്കരിക്കപ്പെട്ടു, ഉപദേശിക്കപ്പെട്ടു. ആത്യന്തികമായ സത്യത്തെ തേടിയുള്ള നിരന്തരമായ അന്വേഷണത്തിൻ്റെ പരിപൂർത്തിയിൽ തങ്ങൾ സാക്ഷാത്കരിച്ച സത്യം കേവലം ലോകോപകാരാർത്ഥം ഒന്ന് മാത്രം അവർ ഉപദേശിച്ചു, ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ. അങ്ങനെ അഹേതുകമായ ദയയോടുകൂടി കേവലം പരാനുഗ്രഹ പ്രയോജനം മാത്രം ഇച്ഛിക്കുന്ന ഋഷീശ്വരന്മാർ, അവർക്ക് സ്വന്തം ഒരു പ്രയോജനവും ഇച്ഛയില്ലെങ്കിലും കേവലം ലോകാനുഗ്രഹാർത്ഥം തങ്ങൾ നേടിയ അറിവിനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ലോകത്തിന് കൈമാറി. ഈ അറിവാണ് വേദം എന്ന് പ്രസിദ്ധമായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആശയം, അറിവിനെ നമ്മൾ പകർന്നു നൽകുമ്പോൾ അധികാരിഭേദം പരിഗണിക്കാറുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായ അത്യന്തം സൂക്ഷ്മമായ അറിവിനെ പ്രാഥമിക തലത്തിൽ ഉപദേശിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കൂടുതൽ സംസ്കരിച്ചെടുത്ത് അവൻ്റെ അന്തഃകരണത്തിന് ഏകാഗ്രത, സൂക്ഷ്മത നേടിക്കൊടുത്ത് അഥവാ നേടാനുള്ള മാർഗങ്ങളെ ഉപദേശിച്ച് അങ്ങനെ ക്രമമായി സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാനുള്ള പ്രാപ്തി കൈവന്നാൽ മാത്രമേ സൂക്ഷ്മ വസ്തുജ്ഞാനം ഉപദേശിക്കാറുള്ളൂ. അങ്ങനെയേ ഉപദേശിക്കാൻ സാധിക്കൂ. ഈ ഒരു പദ്ധതിക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ ആദ്യം തന്നെ വിവിധങ്ങളായ കർമാചരണ പദ്ധതികളിലൂടെ നമ്മെ കടത്തിവിട്ടു. വിവിധങ്ങളായ യജ്ഞങ്ങളെ അനുഷ്ഠിക്കാൻ അവർ ഉപദേശിച്ചു. യജ്ഞാചരണത്തിലൂടെ, വിഹിതങ്ങളായ കർമ്മങ്ങളെ ആചരിക്കുന്നതിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിക്കാം. അങ്ങനെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിച്ചാൽ മാത്രമേ സൂക്ഷ്മ വസ്തുജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കൂ, തത്വവിചാര സാമർഥ്യം കൈവരൂ. ഇതറിഞ്ഞവരായ ഋഷീശ്വരന്മാരാണ് വേദത്തിൽ ആദ്യ ഭാഗത്ത് തീർത്തും കർമ്മപ്രതിപാദനത്തെ ചെയ്തത്. അങ്ങനെ ക്രമികമായി ആർഷോപദേശങ്ങൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്താണ് ആത്യന്തിക സത്യം എന്ന് അന്വേഷിക്കുന്ന ഭാവം നമ്മളിൽ വരുമ്പോൾ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളൊന്നും ആത്യന്തികമല്ല, ഇവയെല്ലാം വ്യാവഹാരികമാണ്. കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചമല്ല പരമമായത്. ഇതിനെല്ലാം അധിഷ്ഠാനമായി
ഇതിനെല്ലാം ആശ്രയഭൂതമായി നിത്യമായ നിരതിശയമായ തത്വമുണ്ട്. അതെന്തെന്ന് അറിയുവാൻ ദൃഢതരമായ ഇച്ഛ, ജിജ്ഞാസ, അത് ക്രമേണ വളർന്നു വരുന്നു. അങ്ങനെ തത്വജിജ്ഞാസ ശരിക്ക് ആവിർഭവിച്ച് കഴിഞ്ഞ തലത്തിൽ മാത്രമാണ് പരമമായ സത്യത്തെ ഋഷീശ്വരന്മാർ ഉപദേശിച്ചത്. ആ ഉപദേശങ്ങളാണ് വേദത്തിലെ ജ്ഞാനകാണ്ഡം. ജ്ഞാനകാണ്ഡത്തിൻ്റെ മറ്റൊരു പേരാണ് ഉപനിഷത്തെന്ന്. ജ്ഞാനകാണ്ഡത്തിന് തന്നെയാണ് നമ്മൾ വേദാന്തം എന്ന് പറയുക. ജ്ഞാനകാണ്ഡത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് പരമമായ സത്യത്തെ സംബന്ധിക്കുന്ന ഉപദേശങ്ങളായതുകൊണ്ട് പരാവിദ്യ എന്നും പേരുണ്ട്. ഈ പരാവിദ്യ ബ്രഹ്മസംബന്ധിയായതുകൊണ്ട് ബ്രഹ്മവിദ്യ എന്നും പേരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മവിദ്യ, പരാവിദ്യ, ഉപനിഷത്ത്, വേദാന്തം, ജ്ഞാനകാണ്ഡം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനാൽ അർത്ഥമാക്കപ്പെടുന്നത് ഒന്നാണ്. അത് വേദത്തിൻ്റെ പരമമായ താൽപ്പര്യനിർണയമാണ്. ഏതൊരു സത്യത്തെ പ്രതിപാദിക്കുന്നതിനാണോ വേദം ആരംഭിച്ച് പ്രവർത്തിച്ചത്, ആ പരമമായ സത്യമാണ് ഉപനിഷത്തുക്കളിലൂടെ വേദാന്തത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നേരത്തെ ഇവിടെ ചിന്ത ആരംഭിച്ചത് വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർത്തും അതങ്ങനെ തന്നെ. എന്നാൽ അതേ സമയത്ത് സൈദ്ധാന്തികമായി എന്താണ് ധർമ്മത്തിൻ്റെ മൂലം എന്നന്വേഷിച്ചാൽ യാതൊരു സംശയവുമില്ല, നമുക്ക് കണ്ടെത്താൻ കഴിയും വേദത്തിലെ ഉപനിഷത്തുക്കളാണെന്ന്. ധർമ്മത്തിൻ്റെ മൊത്തം മൂലം വേദം, സംശയമൊന്നുമില്ല. അതിൽ തന്നെ സൈദ്ധാന്തികമായി എന്താണ് ധർമ്മത്തിൻ്റെ മൂലം എന്നന്വേഷിച്ചാൽ ശങ്കയില്ല, അത് വേദത്തിൽ അന്തർഭവിച്ച ഉപനിഷത്താണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഉപനിഷത്ത് പരമമായ വിദ്യ. നേരത്തെ സൂചിപ്പിച്ച പോലെ തത്വജിജ്ഞാസുവായ ശിഷ്യനോടാണ് ഋഷീശ്വരന്മാർ ഉപനിഷത്തിനെ ഓതിയത്. തത്വജിജ്ഞാസു ആയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. സൂക്ഷ്മ തത്വജ്ഞാനത്തിനുള്ള സാമർഥ്യം, അതിനുള്ള പ്രാപ്തി കൈവന്ന ആളോടാണ് സൂക്ഷ്മ തത്വങ്ങളെ ഉപദേശിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉപദേശം വിദ്യ എന്നുള്ള അർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, പലതില്ല. ഇപ്പോൾ ഉപനിഷത്ത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. അനേകം ഉപനിഷത്തുക്കളൊന്നുമില്ല പരമാർത്ഥത്തിൽ. എന്നാൽ അനേകം ഋഷീശ്വരന്മാർ അനേകം ശിഷ്യന്മാരെ മുൻനിർത്തി ഉപദേശിച്ചു. അവയാകട്ടെ വേദത്തിലെ വിഭിന്നങ്ങളായ ശാഖകളിൽ നിബന്ധിക്കപ്പെട്ടു. ഇവിടെ ഒരല്പം കൂടി സൂചന ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം പുതിയൊരു ശബ്ദം ഇവിടെ പറഞ്ഞു, വേദത്തിലെ വ്യത്യസ്തങ്ങളായ ശാഖകളിൽ നിബന്ധിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞ ശേഷം മുന്നോട്ട് പോവാം. വേദം അറിവ് എന്നുള്ള അർത്ഥത്തിൽ ഏകരൂപമാണെങ്കിലും ഉപദേശിക്കപ്പെടുന്ന ലക്ഷണത്തിനനുസരിച്ച് മൂന്നാണ്: ഋക്കും യജുസ്സും സാമവും. ഉപദേശിക്കപ്പെടുന്ന ലക്ഷണത്തിനനുസരിച്ച് മൂന്നാണ്. ഋക്ക് പദ്യലക്ഷണമാണ്, യജുസ് ഗദ്യലക്ഷണമാണ്, സാമം ഗാനലക്ഷണമാണ്. ഈ മൂന്ന് ലക്ഷണങ്ങളോടുകൂടിയ വേദം 4 ഗ്രന്ഥവിഭാഗങ്ങളിലാണ് തിരിഞ്ഞിട്ടുള്ളത്. ഋക്കുകൾ മാത്രം പ്രായേണ സമാഹരിക്കപ്പെട്ടത് ഋഗ്വേദം,
യജുസ്സുകൾ മാത്രം പ്രായേണ സമാഹരിക്കപ്പെട്ടത് യജുർവേദം, സാമങ്ങൾ മാത്രം സമാഹരിക്കപ്പെട്ടത് സാമവേദം. അവിടെ പ്രായേണ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ വക ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അഥർവത്തിൽ. ഇങ്ങനെ 4 ഗ്രന്ഥവിഭാഗത്തിൽ പിരിഞ്ഞു വേദം. ഇവയിൽ അനേക ശാഖകൾ ആവിർഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാഖകൾ എങ്ങനെയാണ് ആവിർഭവിച്ചത് വ്യക്തമായി പറയാൻ കഴിയില്ല. എങ്കിലും നമുക്ക് യുക്തിപൂർവം വിചാരം ചെയ്ത് മനസ്സിലാക്കാം. ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ഉപദേശക്രമം മുന്നോട്ട് പോകുമ്പോഴാണ് ശാഖാഭേദങ്ങൾ ആവിർഭവിക്കുന്നത് എന്ന്. തലമുറകൾ കടന്ന് ഉപദേശക്രമം മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാനമായ ആശയത്തിൽ മാറ്റം വരില്ലെങ്കിലും മന്ത്രങ്ങളുടെ ക്രമത്തിലും പ്രതിപാദന രീതിയിലുമൊക്കെ മാറ്റം വരും എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാം. അങ്ങനെയാണ് ഒരു വേദത്തിൽ തന്നെ പല ശാഖാക്രമങ്ങൾ, പല പാഠഭേദക്രമങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇങ്ങനെ ശാഖാഭേദങ്ങൾ ആവിർഭവിച്ച് വളർന്നപ്പോൾ മുക്തികോപനിഷത്തിൻ്റെ ഗ്രന്ഥം, എന്നോട് പറയാം, മുക്തികോപനിഷത്തിൻ്റെ ഗ്രന്ഥം പ്രചരിതമായ കാലമാകുമ്പോഴേക്ക് 1180 ശാഖകൾ നിലവിൽ വന്നു. അതിന് മുമ്പാണോ അതിന് പിമ്പാണോ ഭഗവാൻ പതഞ്ജലി മഹർഷി മഹാഭാഷ്യം എഴുതിയതെന്നറിയില്ല. ഏതായാലും മഹാഭാഷ്യമനുസരിച്ച് 1130 ചോടെയാണ് ശാഖകളുടെ സംഖ്യ. 50ഓളം ശാഖകളുടെ അന്തരം ഈ 2 ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. ഏതായാലും 1127 മുകളിൽ ശാഖ എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ഇത്രയും ശാഖകളായി വേദം പിരിഞ്ഞ് വ്യാപിച്ചു നിൽക്കുമ്പോൾ ഒരു മന്ത്രം നമ്മൾ ഓർമ്മിക്കുന്നു. ഏകൈകസ്യാസ്തു ശാഖായാഹ ഏകൈകോപനിഷന്മത എന്ന്. ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്തുണ്ടെന്നാണ് അഭിപ്രായം എന്ന്. അങ്ങനെ വരുമ്പോൾ ഈ സൂക്ഷ്മമായ പരമമായ വേദത്തിൻ്റെ പരം താൽപ്പര്യനിർണയമായ ഉപനിഷത്ത് ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ പ്രചരിച്ചപ്പോൾ 1180 പ്രകാരത്തിൽ പിരിഞ്ഞു. ഇത്രക്കേറെ ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇവയിൽ പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത് 108 സർവോപനിഷദാം മധ്യേ സാരമഷ്ടോത്തരം ശതം. സർവ ഉപനിഷത്തുക്കളുടെയും കൂട്ടത്തിൽ സാരഭൂതമായത് 108 ഈ 108 ഉപനിഷത്തിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല. കാരണം അവ വിവിധ വേദങ്ങളിൽ ഉള്ളവയാണ്. ചിലത് ഋഗ്വേദീയങ്ങളാണ്, ചിലത് യജുർവേദീയങ്ങളാണ്, ചിലത് അഥർവവേദീയങ്ങളാണ്, ചിലത് സാമവേദീയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നതെന്നൊരു ക്രമം ഇല്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നത് യുക്തിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് ഉപനിഷത്തുക്കളുടെ ക്രമം എന്തെന്ന് ചോദ്യവും ഇല്ല, ചോദ്യത്തിന് ഉത്തരവും ഇല്ല. എങ്കിലും ഈ ഉപനിഷത്തുക്കളുടെ ക്രമം മുക്തികോപനിഷത്തിൽ പ്രതിപാദിച്ചത് ഏതെങ്കിലും ഒന്നല്ലേ ആദ്യം പറയാൻ നോക്കൂ. ഒന്നായിട്ടങ്ങ് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ പറയുമ്പോൾ ഈശാവാസ്യത്തിൻ്റെ പേരാണ് ആദ്യം പ്രതിപാദിച്ചിട്ടുള്ളത്. ഈശകേന കഠപ്രശ്ന മുണ്ടമാണ്ഡൂക്യ തിത്തിരി ഐതരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം തഥാ എന്ന ക്രമത്തിലാണ് പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുക്കളുടെ പേര് വിവരം മുക്തികത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിനനുസൃതമായി നൂറ്റാണ്ടുകളായി ആചാര്യന്മാർ ഉപനിഷത്ത് അധ്യാപനം ചെയ്യുമ്പോൾ, അന്തേവാസികൾ ഉപനിഷത്ത് അധ്യയനം ചെയ്യുമ്പോൾ ഈശാവാസ്യത്തെ ആദ്യം പഠിക്കുക, പഠിപ്പിക്കുക എന്നൊരു ക്രമം നിലവിലുണ്ട്. ആ ഉപനിഷത്തിലെ ആദ്യത്തെ വാക്യമാണ് ഇവിടെ നമ്മൾ ചിന്തനത്തിന് വെച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഒറ്റ വാക്യം മാത്രം. ഈശാവാസ്യമിദം സർവം. ഇത് ശുക്ല യജുർവേദ
സംഹിതയിലെ 40-ാമത്തെ അധ്യായമായി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ഭാഷണത്തിൽ പുതിയൊരു ശബ്ദം കൂടി പറഞ്ഞു, ശുക്ല യജുർവേദ എന്ന്. വേദം നേരത്തെ സൂചിപ്പിച്ചു 4 വിഭാഗം, ഋക്കും യജുസും സാമവും അഥർവവും. അവയിൽ തന്നെ യജുർവേദത്തിന് 2 പാഠങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 വിഭാഗങ്ങളുണ്ട്. കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. രണ്ടും ഒരുപോലെ വികസിച്ച 2 ഭാഗങ്ങളാണ്. രണ്ടിലും വളരെയധികം അന്തരമുണ്ട്. ഇപ്പോൾ സംഹിത പരിശോധിച്ചു കഴിഞ്ഞാൽ ശുക്ല യജുർവേദ സംഹിത വളരെ ചെറുതാണ്, വെറും 40 അധ്യായങ്ങളേ ഉള്ളൂ. പക്ഷേ കൃഷ്ണ യജുർവേദ സംഹിത വളരെ ബൃഹത്താണ്, വളരെ ബൃഹത്താണ്. അനേകം പ്രപാഠങ്ങളായി പിരിഞ്ഞ് ഒട്ടനവധി സൂക്തങ്ങളിൽ വിഭക്തമായ ക്രമത്തിലാണ് നമ്മൾ കൃഷ്ണ യജുസിനെ കാണുന്നത്. ഏതായാലും 2 പ്രകാരത്തിലാണ്. സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും ഒക്കെ തന്നെ. ഏതായാലും ഈ കൃഷ്ണവും ശുക്ലവും എന്ന് 2ആയി പിരിഞ്ഞ യജുർവേദത്തിലെ ശുക്ലയജുർവേദത്തിൽ, ശുക്ലയജുസിന് തന്നെയാണ് നമ്മൾ വാചസനേയി എന്ന് പറയുക. അങ്ങനെയുള്ള ശുക്ലയജുർവേദത്തിൽ സംഹിതാഭാഗത്ത് 40 അധ്യായങ്ങളാണ് ഉള്ളത്. ആകെ 40 അധ്യായങ്ങൾ. ഈ 40 അധ്യായങ്ങളിൽ 40-ാമത്തെ അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പ്രസിദ്ധമായത്. അപ്പം ഇത് സംഹിതയിൽ അന്തർഭവിച്ച ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതുകൊണ്ട് തന്നെ പല ആചാര്യന്മാരും ഇതിനെ സംഹിതോപനിഷത്ത് എന്ന് വിളിക്കാറുണ്ട്. സംഹിതയിൽ അന്തർഭവിച്ച ഉപനിഷത്തായതുകൊണ്ട് സംഹിതോപനിഷത്ത് എന്ന് പറയാറുണ്ട്. ഇവിടെ യജുർവേദം കൃഷ്ണമെന്നും ശുക്ലമെന്നുമൊക്കെ 2ആയി പിരിഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ വിസ്തരിച്ച ആഖ്യാനങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഉദാഹരണം വിഷ്ണു പുരാണം. വിഷ്ണു പുരാണത്തിൽ വളരെ വിശദമായിട്ട് ഈ യജുർവേദം എങ്ങനെ 2ആയി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുരാണമൊക്കെ ആവുമ്പോൾ വളരെ കഥാരൂപത്തിലൊക്കെ അത് വർണ്ണിക്കുകയാണ്. അതിൽ നിന്ന് സ്വീകരിക്കേണ്ട അംശം സ്വീകരിച്ചാൽ മതി, തള്ളേണ്ട അംശം നമുക്ക് തള്ളാം. ഏതായാലും അവിടെ പറയുന്ന കഥ ഒന്ന് അറിഞ്ഞു വെക്കണം. അറിയുന്നവർ തൽക്കാലം സഹിക്കുക, അത്രയേ വഴിയുള്ളൂ. എന്താ വെച്ചാൽ വേദങ്ങളെ ശിഷ്യ പ്രശിഷ്യരിലൂടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഋഗ് യജു സാമ അഥർവ ഭേദങ്ങളെ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു, അവരിലൂടെ പ്രചരിപ്പിച്ചു വ്യാസൻ. അങ്ങനെ ചെയ്ത സമയത്ത് പൈലൻ ഋക്കിൻ്റെയും വൈശമ്പായനൻ യജുസിൻ്റെയും ജൈമിനി സാമത്തിൻ്റെയും സുമന്തു അഥർവത്തിൻ്റെയും ആചാര്യന്മാരായി ഭവിച്ചു. ശരി, അങ്ങനെ പോരുന്ന കാലത്ത് എന്തോ കാരണവശാൽ, എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല, ബ്രഹ്മഹത്യാദോഷം വന്നുപെട്ടു യജുസിൻ്റെ ആചാര്യന്. അതെങ്ങനെ? അതിന് ബാഹ്യമായ സന്ദർഭം ഉണ്ടായത്, അക്കാലത്ത് വിദ്വൽ സദസ്സുകൾ ഇടയ്ക്കിടെ കൂടും. വിദ്വൽ സദസ്സുകളിൽ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം, വിധിയുണ്ട്, ഒഴിവാക്കരുത്. അത്തരം വിദ്വൽ സദസ്സുകളിൽ പങ്കുചേരുമ്പോഴാണ് അറിയുന്ന ആശയങ്ങളെ പങ്കുവയ്ക്കാനും നവങ്ങളായ ആശയങ്ങളെ ഉൾക്കൊള്ളാനും തന്നെ ചിന്താസരണികൾക്ക് നവ്യത,
ഒക്കെ നൽകാനും സാധിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും വിദ്വാൻമാരൊക്കെയും വിദ്വൽ സദസ്സുകളിൽ പങ്കെടുത്തിരിക്കണമെന്നാണ്. പങ്കെടുത്തില്ലെങ്കിലോ അതിന് ചില ശിക്ഷകളുണ്ട്. ആ ശിക്ഷ എന്താണെന്ന് കൂടിയാലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത യോഗം മേരുപർവ്വതത്തിൻ്റെ പാർശ്വത്തിലാണ്, എല്ലാവരും ഒത്തുചേരണം എന്ന് നിശ്ചയമുണ്ടായി. എന്ത് കാരണവശാലെന്നറിയില്ല, വൈശമ്പായനന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നിശ്ചയം ബ്രഹ്മഹത്യാദോഷമാണ്, വന്നു ചേരണം. പറയുന്നു, ഭാര്യയെയും കുട്ടിയെയും ചവിട്ടിക്കൊല്ലാനിടയായി എന്ന്. അതിപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളിപ്പോൾ ആലോചിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇരുട്ടുള്ള മുറിയിലാറ്റാവും കിടന്നിട്ടുണ്ടാവുക ഭാര്യയും കുട്ടിയും. ഭാര്യയുടെ വല്ല മർമ്മത്തിലാറ്റോ ചവിട്ടി പോയിട്ടുണ്ടാവും, വീണിട്ടുണ്ടാവും, കുട്ടിയുടെ മുകളിൽ കൂടിയാവും വീണത്. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അല്ലാണ്ട് ഇപ്പം എങ്ങനെയാണ് ഇപ്പം മഹർഷി രണ്ടാളെയും കൊല്ലുക എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടിയൊന്നുമില്ല. അല്ല മഹർഷിക്ക് വല്ല ദേഷ്യം പിടിച്ച് രണ്ടാളെയും കൊന്നോ, അതും നമുക്ക് അറിയില്ല. അറിയാത്ത വിഷയമൊന്നും പറഞ്ഞുകൂടാ. ഏതായാലും ബ്രഹ്മഹത്യാ ദോഷം വന്നു. അച്ഛനൊരു പ്രയാസം വരുമ്പോൾ മക്കളൊക്കെ പരിശ്രമിക്കണം അതിനെ ഇല്ലാതാക്കാൻ. ഗുരുനാഥനൊരു പ്രയാസം വരുമ്പോൾ ശിഷ്യന്മാർ പരിശ്രമിക്കണം അതിനെ ഇല്ലാതാക്കാൻ. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ബ്രഹ്മഹത്യാദോഷാപഹങ്ങളായ പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ തയ്യാറായി. ആ കൂട്ടത്തിലാണ് യാജ്ഞവൽക്യൻ എന്നുള്ള ശിഷ്യനുള്ളത്. അപ്പോൾ യാജ്ഞവൽക്യൻ കേമനാണ് എന്ന് മാത്രമല്ല, ഞാൻ കേമനാണെന്ന് അഭിമാനമുള്ളവനുമാണ്. അപ്പം അദ്ദേഹം നല്ല ബുദ്ധിയോണ്ടായിരിക്കാം ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ഇവരൊക്കെ വെറുതെ ഉപവാസവും കഷ്ടപ്പാടൊക്കെ അനുഷ്ഠിക്കണത്? അല്ലെങ്കിൽ തന്നെ അവർക്ക് തേജസ്സില്ല, ഞാൻ പോരെ അങ്ങയുടെ ഈ ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ? അതുകൊണ്ട് ഞാൻ ഉപവാസവും വ്രതമൊക്കെ ആവാം, ബാക്കിയുള്ളവരൊക്കെ വെറുതെ കഷ്ടപ്പെടണ്ട. അദ്ദേഹം നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും അത് സമ്പ്രദായത്തിന് വിരുദ്ധമാണ്, മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരു ശിഷ്യനെ എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് കോപിച്ചാലോ? യാജ്ഞവൽക്യൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരു ഗുരുനാഥനെ എനിക്കും ആവശ്യമില്ല. അത് ശരി, അങ്ങനെയാണോ? എന്നാൽ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച വിദ്യ മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ച് പോകണം. അങ്ങനെ ഉപേക്ഷിച്ചു, മുഴുവൻ ഛർദ്ദിച്ചു. പഠിച്ച വിദ്യ മുഴുവൻ ഛർദ്ദിച്ചു. പഠിച്ച വിദ്യ മുഴുവൻ ഛർദ്ദിച്ചൊരു പോക്ക്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരൊക്കെ കണ്ടു, എത്രയാ ഛർദ്ദിച്ചത്, ഇതാണ്ട് ഉപേക്ഷിക്കാൻ തോന്നണില്ല, അത്ര കേമാ ആ ഛർദി. അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു? തിത്തിരി പക്ഷികളുടെ രൂപം പ്രാപിച്ച് ഇത് കൊത്തി തിന്നു ഇദ്ദേഹം ഛർദ്ദിച്ചത്. ഇത് പുരാണത്തിൽ പറയാവുമ്പോൾ പുരാണത്തിൻ്റെ കഥാരീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ വേർതിരിച്ച് തത്വത്തെ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കണം. അല്ലെങ്കിൽ പുരാണ കഥകളിൽ പെട്ടുപോകും നമ്മൾ, ഗുണമുണ്ടാവില്ല, ദോഷമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്താ ഈ ഛർദ്ദിക്കുക കൊത്തി തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ, അക്കാലത്ത് ഈ ഗുരുനാഥനിൽ നിന്ന് കേട്ട് കണ്ട് പഠിക്കുകയാണ്, അല്ലാണ്ട് നോട്ട് കുറിച്ചെടുത്ത് പഠിക്കുകയല്ല. എന്താണോ പറയണത് അത് കേട്ട് പഠിക്കും. അത് കഴിഞ്ഞാൽ ഗുരുനാഥന് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കണം, താൻ എത്ര പഠിച്ചോ അത്, എന്നിട്ടേ അടുത്ത പാഠം എടുക്കുള്ളൂ. അങ്ങനെയാ പതിവ്. അങ്ങനെ എല്ലാവരും പഠിച്ചു വന്നു. യാജ്ഞവൽക്യനും പഠിച്ചു. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് പഠിച്ച വിദ്യ മുഴുവൻ ഉപേക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞാൽ ഗുരുസന്നിധിയിൽ അതുവരെ പഠിച്ചത് മുഴുവൻ ചൊല്ലി മേലിൽ ഇത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് പോകണം. അപ്പോൾ ഗുരുനാഥനിൽ നിന്ന് കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാൻ മറ്റുള്ളവർക്കിടയായി. കാരണം യാജ്ഞവൽക്യൻ അപാര ബുദ്ധി സാമർഥ്യമുള്ള ആളാണ്, അത്യന്തം ധിഷണാബലമുള്ള ആളാണ്, മേധാവിയാണ്. അതുകൊണ്ട് ഗുരുനാഥൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ശിഷ്യൻ ഏറ്റു പറഞ്ഞത്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരെ സംബന്ധിച്ച് അതൊന്നും കൂടി കേട്ടതിൻ്റെ പ്രയോജനത്തെ ചെയ്തു. അതാണ് അവർ കൊത്തി തിന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും ഇങ്ങനെ ഒരു പോക്ക് പോയി യാജ്ഞവൽക്യൻ. നേരെ പോയത് സൂര്യനെ തപസ് ചെയ്യാൻ. എന്തേ സൂര്യനെ തപസ് ചെയ്യാൻ പോയത്? ചതുർവേദവിത്താണ് സൂര്യൻ. 4 വേദങ്ങളും സൂര്യന് ഹൃദിസ്ഥം.
ആ സൂര്യനെയാണ് തപസ് ചെയ്യാൻ പോയത്. തപസ് ചെയ്തു, സൂര്യനെ പ്രത്യക്ഷമാക്കി എന്നാണ് പറയണത്. അപ്പോൾ സൂര്യനോട് വേദം അപേക്ഷിച്ചു അത്രേ. ഏത് വേദം? യജുർവേദം. ഇവിടെ ഒരു സംശയം ഉണ്ടായി, ഇതെന്താ സൂര്യനെ തപസ് ചെയ്യാൻ പോയത്? അപ്പോൾ നമുക്കറിയില്ല, യാജ്ഞവൽക്യനോട് ചോദിക്കേണ്ടതാ. എന്നാലും വേദം ആദ്യം പ്രകടമായത് ബ്രഹ്മാവിനല്ലേ, എന്നാൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൂടെ ഇരുന്നോ എന്നൊരു സംശയം ഒരാൾക്ക്. അപ്പോൾ അതിനൊരു മറുപടി തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രഹ്മാവിന് 4 മുഖ, ഓരോ മുഖത്തിനും ഓരോ വേദം അറിയാം. ഋക്ക് അറിയണ മുഖത്തിന് യജുസ് അറിയില്ല, യജുസ് അറിയണ മുഖത്തിന് സാമ അറിയില്ല. പക്ഷെ സൂര്യൻ അതല്ല, സൂര്യൻ ചതുർവേദവിത്താണ്, ഒരു മുഖേ ഉള്ളൂ. ആ ഒരു മുഖം വഴി ഏത് വേദവും പറയാം. അതായിരിക്കാം, അറിയില്ല. ബാക്കി ആർക്കെങ്കിലും സംശയം ശേഷിച്ചു വെച്ചാൽ യാജ്ഞവൽക്കനെ കണ്ട് ചോദിക്കുക, വേറെ വഴിയൊന്നുമില്ല. ഏതായാലും അങ്ങനെ സൂര്യനോട് യജുർവേദമാണ് അപേക്ഷിച്ചത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. താൻ ഗുരുവില്ലന് നേടിയത് യജുസ്സാണ്, അതേ യജുസ്സിനെയാണ് ചോദിച്ചത്. സൂര്യൻ ഒരു വെളുത്ത കുതിരയുടെ രൂപത്തെ പ്രാപിച്ച് മധ്യാഹ്ന സമയത്ത് ഉപദേശിച്ചു അത്രേ. അതുകൊണ്ട് വെളുത്ത കുതിരയുടെ രൂപത്തിൽ ഉപദേശിച്ചതായതുകൊണ്ട് വാചസനയീ സംഹിത എന്നും, ദിനത്തിൻ്റെ മധ്യഭാഗത്ത് നട്ടുച്ച സമയത്ത് ഉപദേശിച്ചതായതുകൊണ്ട് മാധ്യന്തിന സംഹിത എന്നുമൊക്കെ ഇതിന് പേരുണ്ട്. ഏതായാലും അങ്ങനെയുള്ള യജുർവേദമാണ് ശുക്ല യജുർവേദം. അപ്പോൾ സ്വാഭാവികമായും ആദ്യമുള്ളത് കൃഷ്ണ യജുർവേദം. ഏതായാലും കൃഷ്ണ യജുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് തൈത്തിരീയ ശാഖ. ഇന്ന് നമുക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടുള്ള ഒരു ശാഖയാണത്. തൈത്തിരീയ സംഹിത, തൈത്തിരീയ ബ്രാഹ്മണം, തൈത്തിരീയ ആരണ്യകം, തൈത്തിരീയ ഉപനിഷത്ത് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സാന്ദർഭികമായി പറയട്ടെ, ഈ തൈത്തിരീയ ശാഖ മാത്രം വളരെ ചെറിയ അച്ചടിയിൽ പൂന ആനന്ദാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇതവിടെ കൊണ്ടുവന്നാൽ അത് നിലത്തുനിന്ന് എത്രയെങ്കിലും വരും, സംശയമില്ല. ഒരൊറ്റ ശാഖ ഇതത്രയെങ്കിലും വരും, ഒരതിശയോക്തിയില്ല ഈ പറയണേന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1180 ശാഖ അത്രമാത്രം ഉള്ളതാവുമെന്ന്. നമ്മൾ എന്തൊരു സമ്പന്നരാ! ആ വേദം ഒന്ന് കണ്ടില്ലെങ്കിൽ തന്നെയും ഇതിലൊരു അഭിമാനം ഉണ്ടാവില്ലേ, നമ്മൾ ഇത്ര സമ്പന്നരാന്നുള്ളത്? ഒരിക്കലും ദരിദ്രരല്ല നമ്മൾ, സമ്പന്നരാണെന്നുള്ളതിൽ അഭിമാനം വേണം നമുക്ക്. എന്നല്ല, കൂടുതൽ കൂടുതൽ സമ്പന്നരാവാൻ ഇച്ഛിക്കുകയും പരിശ്രമിക്കുകയും വേണം, സംശയമില്ല. ഇരിക്കട്ടെ, ഏതായാലും ഈ ശുക്ല യജുർവേദത്തിൻ്റെ സംഹിതയിൽ മൊത്തം 40 അധ്യായങ്ങളാണ്. അതിൽ 40ാമത്തെ അധ്യായമാണ് ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാഹ മാ ഗൃധ കസ്യ സ്വിദ്ധനം എന്നുള്ള മന്ത്രത്തോടുകൂടി ആരംഭിക്കുന്നത്. ആ ഭാഗം പ്രത്യേകമായി 18 മന്ത്രങ്ങൾ ഉപനിഷത്ത് എന്നുള്ള രീതിയിലാണ് പഠിക്കപ്പെടുന്നത്. ഈശാവാസ്യം എന്ന പദത്തോടുകൂടി ആരംഭിക്കുന്നതായതുകൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തെന്ന് പേര്. ഏതായാലും കൂടുതൽ വിസ്തരിച്ച് പരിചയപ്പെട്ടാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങോട്ടിരിക്കും, അത് വേണ്ട. പതുക്കെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എന്താ ഈ മന്ത്രം പറയണത്? നമുക്കിതിനെ വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് നോക്കണം. അതിനാണ് ഇത്രയും ദിവസം ഒറ്റ വിഷയം വെച്ചത്. പല വീക്ഷണകോണുകളിൽ നിന്ന് ഈ ഒറ്റ വിഷയത്തെ അപഗ്രഥിക്കണം. എങ്കിലും ആരംഭത്തിൽ സാമാന്യം പദാർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ഈശനാൽ, അവിടെ ഈശനാൽ എന്ന് പറയുമ്പോൾ അകാരാന്ത രൂപമല്ല, അത് ശകാരാന്ത രൂപമാണെന്നറിയണം. ഈഷ്ടേ ഇത് ഈട്ട് എന്നാണ്, നിയന്ത്രിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഈട്ട് എന്നാണ് പ്രഥമ ഏകവചന രൂപം. ഈട്ട് എന്നുള്ളത് ശകാരാന്ത രൂപമാണ്. അവനാൽ, ഈശനാൽ നമുക്ക് വളരെ പരിചിതമായൊരു ശബ്ദം ഈ സ്ഥാനത്ത് ചേർത്ത് പറയാം, ഈശ്വരനാൽ.
ഈശ്വരനാൽ, ഈശാ. ശുദ്ധമായി സംസ്കൃതം അതേപടി അങ്ങോട്ട് മലയാളത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ ഈട്ടിനാൽ എന്ന് പറയണം. ഈട്ടിനാൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. ഈട്ടിനാൽ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഈട്ടെന്നാണ് ശബ്ദം. ഈട്ടെന്നുള്ളത് ശകാരാന്തമാണ്. ഈഷ്ടേ ഇതി, നിയന്ത്രിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഈശ്വരനാൽ. വാസ്യം. വസ് ആച്ഛാദനേ എന്നാണ് ധാതു. ആച്ഛാദനം ചെയ്യുക, മൂടുക, മറയ്ക്കുക. അപ്പം വാസ്യം എന്ന് പറഞ്ഞാൽ മൂടപ്പെടേണ്ടതാകുന്നു, ആവരണം ചെയ്യപ്പെടേണ്ടതാകുന്നു. ഈശ്വരനാൽ മൂടപ്പെടേണ്ടതാകുന്നു, ആവരണം ചെയ്യപ്പെടേണ്ടതാകുന്നു. എന്ത്? ഇദം സർവം. ഇതെല്ലാം, ഇതിനെയെല്ലാം. ഇദം സർവം എന്നുള്ളത് ഇതെല്ലാം എന്നും പറയാം, ഇതിനെ എല്ലാത്തിനെയും എന്നും പറയാം. ഇതിനെ എല്ലാത്തിനെയും ഈശ്വരനാൽ മൂടപ്പെടേണ്ടതാകുന്നു. ഇതാണ് ഇവിടെ ചിന്തിക്കുന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. പിന്നെന്തിനാ 6 ദിവസം ചിന്തനം വെച്ചത്? നമുക്ക് പതുക്കെ പതുക്കെ ഇതിലേക്ക് പ്രവേശിക്കാം. ഈശ്വരനാൽ ഇത് മുഴുവൻ, ഏത് മുഴുവൻ? ഇദം സർവം, ഇതെല്ലാം ആച്ഛാദനം ചെയ്യപ്പെടേണ്ടതാകുന്നു. ആരാ ഈശ്വരൻ? ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിന് ഇവിടെ നമ്മൾ എന്തർത്ഥം എടുക്കും? ചോദ്യം. ഇവിടെ പല തലങ്ങളിൽ അർത്ഥം എടുക്കാം. വാച്യാർത്ഥം എടുക്കാം, ലക്ഷ്യാർത്ഥം എടുക്കാം. വാച്യാർത്ഥവും എടുക്കാം, ലക്ഷ്യാർത്ഥവും എടുക്കാം. ആ ലക്ഷ്യാർത്ഥത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് തന്നെ പല തലങ്ങളിൽ പിരിയും. ഏതായാലും ഈശ്വരനാൽ, അത് സംശയമില്ല. എന്താ അതിൻ്റെ വാച്യാർത്ഥം? ചോദ്യം. മറുപടി, ഈശ്വരൻ ഈട്ട് നിയന്ത്രിക്കുന്നവൻ. നമ്മൾ ഈ ലോകത്തെ കാണുന്നു, നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നു, ഇതിനെ കാണുന്നു. ആരാ ഇതിനെ കാണുന്നതും ഇതിൽ വസിക്കുന്നതും? നമ്മൾ മനുഷ്യരാണ്. മറ്റെല്ലാ ജീവജാലങ്ങളും ഇതിൽ വസിക്കുന്നവരാണ്, ഇതിനെ കാണുന്നവരാണ്. നമ്മളും അപ്രകാരം തന്നെയാണ്. പക്ഷെ നമുക്കൊരു വിശേഷം, നമ്മൾ മനുഷ്യരാണെന്നുള്ളതാണ്. മനുഷ്യൻ, മനു അവബോധനെ എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യൻ, മാനവൻ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനു ധാതുവിന് പരമായി സ്വാർത്ഥത്തിൽ ഷ്യക്ക് പ്രത്യയം വന്നാലോ അണു പ്രത്യയം വന്നാലോ ആണ് യഥാക്രമം മനുഷ്യൻ എന്നും മാനവൻ എന്നുള്ള ശബ്ദങ്ങൾ സിദ്ധാവുക. മനു ധാതുവിൻ്റെ അർത്ഥമോ? മനു ധാതുവിൻ്റെ അർത്ഥം അവബോധനം, വിശേഷമായി അറിയാനുള്ള കഴിവ്, വിശിഷ്ടമായി ഉള്ള ജ്ഞാനം നേടാനുള്ള കഴിവ്, വിശേഷബുദ്ധി. അപ്പോൾ വിശേഷബുദ്ധിയുള്ളവനാരോ അവനാണ് മനുഷ്യൻ. ഇവിടെ പുല്ലിംഗ പ്രയോഗം സ്ത്രീലിംഗ പ്രയോഗമൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഒന്നും അർത്ഥാക്കണില്ല. ആണും പെണ്ണും ഒക്കെ ഇതിലൊന്ന് തന്നെ, വ്യത്യാസമില്ല. ഒരു ഭാഗം സ്ത്രീകൾക്ക്, ഒരു ഭാഗം പുരുഷന്മാർക്ക്, അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഒന്ന് തന്നെ. ചിന്തിക്കുക. ഭാഷയിലും അത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇവിടെ അവരെന്ന് പറഞ്ഞു എന്ന് വരും. അതിനിപ്പോൾ ഇത് പുരുഷ ഭാഷയാണല്ലോ, സ്ത്രീ ഭാഷയല്ലല്ലോ എന്നൊന്നും ആരും നാളെ ആക്ഷേപിക്കാൻ പോകരുത്. ആക്ഷേപിച്ചു വെച്ചാൽ ഇവിടെ ഒട്ട് വിരോധവും ഇല്ല. ശരി. അതുകൊണ്ട് മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ളവൻ. അപ്പം വിശേഷമായ ബുദ്ധിയോടുകൂടിയ മനുഷ്യൻ എന്ന് ജനിച്ചോ ഈ ലോകത്തിൽ അന്നു മുതൽ
ഇത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അവൻ്റെ മുമ്പിൽ. കാരണം ഒന്നിനൊന്ന് വിലക്ഷണങ്ങളായ ഘടകങ്ങളോട് കൂടിയതായിട്ടാണ് ഞാൻ ലോകത്തെ കാണുന്നത്. ഒന്നുപോലില്ല മറ്റൊന്ന്. ഏത് ഘടകം വേണമെങ്കിൽ നോക്കിക്കോളൂ, ഒന്നിനെ പോലെ മറ്റൊന്നില്ല. തീർത്തും വിഭിന്നങ്ങൾ, തീർത്തും വിലക്ഷണങ്ങൾ. അതും എന്തെന്ത് ഘടകങ്ങൾ! ചരങ്ങളെന്നും അചരങ്ങളെന്നുമുള്ള വിഭാഗങ്ങളിൽ പിരിഞ്ഞ ഈ ജഗത്തിലെ വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും, അത്രക്കേറെ. പക്ഷേ ഇത്രയ്ക്കധികമെങ്കിലും ഒന്നിനെ പോലില്ല മറ്റൊന്ന്. ഇതെന്തൊരു അത്ഭുതകരമായ വ്യവസ്ഥ! ഈ ലോകത്തിലേക്ക് നോക്കുന്ന ഞാൻ, ഞാൻ മനുഷ്യൻ, വിശേഷബുദ്ധിയോടൊത്തവൻ, അവനെയാ പറയുന്നത്. അല്ലാണ്ട് കേവലം മർത്യനെ അല്ല. മർത്യൻ മൃതി എന്ന ധർമ്മം ഉള്ളവനാണ്, മരിച്ചു പോകുന്നവൻ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ശരി, മനുഷ്യൻ ഈ ലോകത്തെ കാണുന്ന സമയത്ത് തീർത്തും വിലക്ഷണങ്ങളായ ഘടകങ്ങളെന്ന് മാത്രമല്ല, പിന്നെ ഒരു നിയമിതമായ ക്രമത്തിൽ ഇതെല്ലാം നിലനിർത്തപ്പെടുന്നു. ഒരു നിയമം ഈ പ്രതിഭാസങ്ങളെ മുഴുവൻ അടക്കി വാഴുന്നു. നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത്ഭുതകരമായൊരു നിയമം. ചേരുംപടി ഈ വിവിധ ഘടകങ്ങൾ ചേർക്കപ്പെട്ട വസ്തുത നമ്മൾ കാണുന്നു. ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നതെന്ന തോതിലൊരു നിയമക്രമം നമ്മൾ അറിയുന്നു. നിയമക്രമമുണ്ടെങ്കിൽ നിയാമകനുണ്ടായിരിക്കണം. നിയാമകനെ കൂടാതെ നിയമമില്ല. ആര് നിയാമകൻ അറിയില്ല, പക്ഷെ നിയാമകനുണ്ട്. അതെൻ്റെ യുക്തിയാണ്. യുക്തിയെ ഒരിക്കലും പണയം വയ്ക്കരുത്. വിശ്വാസത്തിൻ്റെ പേരിലോ ഭക്തിയുടെ പേരിലൊന്നും യുക്തിയെ വെടിയരുത്. ചിന്തിക്കുക. അപ്പോൾ വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടിയ പ്രപഞ്ചം ഒരു നിയമക്രമത്തിൽ നിലനിർത്തപ്പെടുന്നത് ഞാൻ കാണുന്നു. ആ നിയമക്രമത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമുക്ക് പിന്നീട് പ്രവേശിക്കാം. എങ്കിലും ഇപ്പത്ര മനസ്സിലാക്കുക, ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നതെന്ന തോതിലുള്ള നിയമക്രമം. ഇതെല്ലാം ഇതിനേക്കാൾ സൂക്ഷ്മമായി പഠിക്കാനുണ്ട്, കുറച്ചും കൂടി കഴിയട്ടെ. എങ്കിൽ ഈ നിയമത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന നിയാമകൻ ആര്? ആ നിയമന പ്രക്രിയ എങ്ങനെയാണ്? ഒരു വടിയൊക്കെ എടുത്ത് ഒരാൾ നിർന്ന് എന്താ പറയേണ്ടത്, കുറേ പേരെ നിയമിക്കുന്നത് പോലെയാണോ? അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും പേടിപ്പിച്ചും മറ്റും നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് ഭിന്നനും അന്യനുമായി ഒരു നിയാമകനുണ്ടെന്ന് വരും. അങ്ങനെ ഉണ്ടോ? അതല്ല, അങ്ങനെ ഭിന്നതയില്ലാത്ത രൂപത്തിലാണോ നിയാമകൻ? എന്തായാലും കൊള്ളാം, നിയാമകനുണ്ട്, അതിൽ സംശയമില്ല. ഇതേ ഞാൻ ഈ ലോകത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് മറ്റൊന്നുകൂടി കാണുന്നു. എന്തൊരു കാര്യമുണ്ടോ അതിനൊക്കെയും കാരണമുണ്ട്. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. കാരണമില്ലാതെ കാര്യം ഇല്ല. ശ്രദ്ധിക്കുക, ആകസ്മികം എന്നൊരു ശബ്ദം നമുക്ക് സ്വീകാര്യമല്ല. ആരെങ്കിലും ആകസ്മികം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കാരണം എന്ന് അവർക്ക് അറിയില്ല എന്നാണ്. അതുകൊണ്ട് ആകസ്മികം എന്നൊരു വാക്കില്ല.
ഒരു കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു കാരണമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ. കാരണം എല്ലാത്തിനും ഉണ്ടാവും. കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം നിയമം, നിയാമകൻ, കാര്യം, കാരണം, ഈ രണ്ട് ബന്ധങ്ങളെ യുക്തിയുള്ള ബുദ്ധിയുള്ള ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നിയമ നിയാമക ബന്ധം, കാര്യ കാരണ ബന്ധം, ഇവയൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇവയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയാം. അതിന് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിയാമകൻ ബാഹ്യനാണെന്നോ ഭിന്നനാണെന്നൊക്കെ പറയാം, അഭിന്നനാണെന്നും ഒക്കെ പറയാം. അതൊക്കെ വേറെ വിഷയം. അതൊക്കെ ദാർശനിക മേഖലയിലെ ചർച്ചകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ നിയമ നിയാമക ബന്ധം, കാര്യകാരണ ബന്ധം, ഇവയെ നിഷേധിക്കാൻ വിശേഷ ബുദ്ധിയുള്ള ആർക്കും സാധിക്കില്ല. എങ്കിൽ ഞാനീ കാണുന്ന ജഗത്ത്, ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്ത് തന്നെ, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? ലോകം എന്നൊക്കെ സാമാന്യം പറഞ്ഞു വെച്ചോളൂ. ജഗത്ത് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ പോരാ. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യത്തെ ഇത് ലോകം. കാണപ്പെടുന്നതെന്തോ അനുഭവിക്കപ്പെടുന്നതെന്തോ അതാണ് ലോകം. അപ്പം നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളാൽ കാണപ്പെടുന്നത് നമ്മുടെ ലോകം. ജഗത്തെന്ന് പറഞ്ഞാൽ ഗച്ഛതി ഇത് ജഗത്. ചലിക്കുന്നതെന്തോ അതാണ് ജഗത്ത്. ചലിക്കുന്നത്, ചലന സ്വഭാവത്തോടു കൂടിയത് ജഗത്ത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ജഗത്താണോ? ഇത് ചലിക്കുന്നുണ്ടോ? പിന്നെ ചലിക്കാതെ എന്താ ഉള്ളത് ജഗത്തിൽ? ചലിക്കാതെ ഒന്നുമില്ല, എല്ലാം ചലിക്കുകയാണ്. ഞാൻ ചലിക്കുന്നു, നീ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, സർവവും ചലിക്കുന്നു. ചലിക്കാത്തൊന്നുമില്ല. ചലിക്കാത്തൊരു കണികയില്ല, കണികയ്ക്കുള്ളിലെ കണികയുമില്ല. ചലിക്കാത്തൊന്നുമില്ല, എല്ലാം ചലിക്കുന്നു. നിരന്തര ചലനങ്ങളെ കൊണ്ട് ആപേക്ഷികമായുണ്ടാവുന്ന അചലഭാവത്തെയാണ് നമ്മൾ ഈ കാണുന്നത്. അതെ, ഇനി പറയട്ടെ, ജഗത്ത് എന്നുള്ളതിന് വേറൊരർത്ഥതലം. നമ്മളാൽ കാണപ്പെടുന്ന സകലവും ഉണ്ടാവുന്നത്, നിലനിൽക്കുന്നത്, വളരുന്നത്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, തളരുന്നത്, നശിക്കുന്നത്, ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാ. അല്ലാത്ത എന്തിനെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾ വരിക, തളരുക, നശിക്കുക, ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാ. ഇവയാണ് യാസ്ക മഹർഷി ഷഡ്ഭാവങ്ങളെന്ന് നിരൂപണം ചെയ്തത്. ഷഡ്ഭാവങ്ങൾ, 6 ഭാവങ്ങൾ ഇവയാണ്. ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാണ് ഈ ജഗത്ത് മുഴുവൻ. അതാണ് ജഗത്തിൻ്റെ ചലനാത്മകത. അങ്ങനെ നമ്മൾ എന്തിനെ കാണുന്നുണ്ടോ ഇതിനൊക്കെ ഒരു കാരണം അഥവാ ഒന്നിലധികം കാരണം, എന്തായാലും കൊള്ളാം, കാരണം ഉണ്ടായിരിക്കണം. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ കാരണത്തെ നമ്മൾ അന്വേഷിക്കണം. ഏതുവരെ നമ്മുടെ അന്വേഷണം പോവും? മറ്റൊരു കാരണമില്ലാത്ത കേവലമായ സത്തയിലെത്തുന്നത് വരെ നമ്മുടെ അന്വേഷണം പോവും, അഥവാ പോകണം. അന്വേഷണത്തിൻ്റെ തലം ഏതേത് തലങ്ങളിലൂടെ ആരംഭിക്കാം, വികസിക്കാം. പക്ഷേ കാരണത്വത്തെ തേടിയ അന്വേഷണം നിഷ്കാരണമായതിലെത്തുന്നത് വരെ മുന്നോട്ട് പോവാതെ തരമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ അന്വേഷണം വീണ്ടും ശേഷിക്കും. അതിൻ്റെ കാരണം എന്തെന്ന്. അതുപോലെ തന്നെ നിയമിക്കപ്പെടുന്ന പ്രപഞ്ചത്തെ കാണുന്ന നമ്മൾ ഇതിൻ്റെ നിയാമകനാരെന്ന് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണവും ഇതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതാരെന്നീ വിധം പോയി
അവസാനം എവിടെ എത്തണം? നിരീശ്വരനിലെത്തണം. അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊന്നില്ലാത്തിടത്തെത്തണം. ചുരുക്കി പറഞ്ഞാൽ നിഷ്കാരണവും നിരീശ്വരവുമായ തലം വരെ അന്വേഷണം പോകണം. ചിലർക്ക് വിഷമമുണ്ടാവും. അപ്പോൾ ഈശ്വരനൊക്കെ അങ്ങോട്ട് നിരീശ്വരമായ തലം വരെ പോകണമെന്ന് പറഞ്ഞാൽ വേണ്ട, എല്ലാവരും പോയിക്കൊള്ളണം. ഈ അന്വേഷണം പോകണമെന്നാണ് പറഞ്ഞതേ. നമ്മളെല്ലാവരും പോയിക്കൊള്ളണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അന്വേഷണം പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രയ്ക്കൊന്നും അന്വേഷിക്കാൻ വയ്യാച്ചാൽ വേണ്ട, എവിടെയാ എത്തണച്ചാൽ അവിടെ ഇരിക്കാം. ഒന്നേ ഉള്ളൂ, അന്വേഷിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ജീവിക്കുമ്പോൾ ഒരു സമാധാനവും ശാന്തി എല്ലാവർക്കും വേണം. ഞാൻ വലിയ അന്വേഷകനാണെന്നൊക്കെ പുറത്ത് പറഞ്ഞിട്ട് യാതൊരു ശാന്തി ഇല്ലാച്ച എന്ത് പ്രയോജനമുള്ളത്? ഒരന്വേഷണം ഇല്ലാണ്ട് തന്നെ ഒരാൾക്ക് ശാന്തി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. എന്താ അഭിപ്രായം? അതൊരു സംശയം. ഈ ഉപനിഷത്തുകളൊക്കെ പഠിച്ചു തലയിൽ വെച്ചു, എനിക്കത് ശാന്തി ഇല്ല സ്വാമി, പിന്നെ എന്തിനാ പഠിച്ചത്? ഒരാവശ്യമില്ല, എൻ്റെ ആവശ്യമില്ല. ശാന്തിയോട് കൂടി ഇതൊന്നും ഇല്ലാണ്ട് ഒരാൾക്ക് കഴിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആകുന്നു നമ്മൾ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത്. അതിനൊന്നും ഇല്ലാണ്ട് അയാൾക്ക് ശാന്തിയുണ്ട്, പിന്നെ എന്താ പ്രശ്നം? അപ്പം അതുകൊണ്ട് യാതൊരു സംശയമില്ല, പറയട്ടെ, നിഷ്കാരണവും നിരീശ്വരവുമായ തത്വത്തിലേക്ക്, നിരീശ്വരം എന്നുള്ളതിന് വേറെ അർത്ഥമൊന്നും എടുക്കരുത്, അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊന്നില്ലാത്തത്. അതാണ് ഇവിടെ നിരീശ്വര ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെയും ഈശ്വരൻ ചെയ്യുന്ന മറ്റൊരു ഈശ്വരനുണ്ടെങ്കിൽ അവൻ്റെ ഈശ്വരൻ ആരെന്ന് ചോദ്യം വരും. അങ്ങനെ 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 പോയി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഈശ്വരനില്ലാത്ത തലത്തിലേക്ക് നമ്മളെത്തും. അതുവരെ നമ്മുടെ അന്വേഷണം ഈ രണ്ട് മാനങ്ങളെ അഥവാ രണ്ട് ബന്ധങ്ങളെ, കാര്യകാരണ നിയമ നിയാമക ബന്ധങ്ങളെ മുൻനിർത്തി തുടരും. ഇതിനെ ആർക്കും തടയിടാനോ നിഷേധിക്കാനോ കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. കാണപ്പെടുന്ന ദൃശ്യജാലങ്ങൾ എന്നുമെന്നും നമുക്ക് ജിജ്ഞാസയെ നൽകിയിട്ടുണ്ട്. ജിജ്ഞാസുവാണ് നമ്മൾ. അവബോധന സാമർഥ്യത്തോടു കൂടിയ നമ്മൾ നിരന്തരം അന്വേഷിക്കുന്നവരാണ്. എല്ലാ കാലത്തേക്കും ആർക്കും ഈ അന്വേഷണ ത്വരയെ തടയിടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് മനുഷ്യനുള്ള കാലത്തോളം പ്രസക്തമാണ് ഈ സത്യത്തെ തേടിയുള്ള, സർവകാരണത്തെ തേടിയുള്ള, സർവനിയന്താവിനെ തേടിയുള്ള അന്വേഷണം. മനുഷ്യൻ ഉള്ള കാലത്തോളം പ്രസക്തമാണ്. നമ്മൾ ഭാഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യാദ്യം പറയുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും ഓർമ്മിച്ചോളണം. കാരണം മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ധാരണയിൽ വരണം. എങ്കിൽ പറയട്ടെ, ഈ ആത്യന്തിക സത്യത്തെ, സർവത്തെയും നിയന്ത്രിക്കുന്ന സർവനിയമങ്ങളും ഏതൊരു നിയാമകന് അധീനമാണോ ആ നിയാമകനെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഈട്ട് അഥവാ ഈശ്വരൻ, ഈശൻ എന്നൊക്കെ പറയാം. ഈട്ടെന്ന് പറയുന്നത് ശകാരാന്തമായിട്ടാണ്. അത് തന്നെ സ്വാർത്ഥത്തിൽ അച്ചോ മറ്റോ ചേർന്നാൽ ഈശ എന്നാവും. അപ്പോൾ ഈശൻ എന്ന് പറയാം മലയാളത്തിൽ, ഈശൻ. അതിൽ തന്നെ വരച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ എന്നാവും. ഒക്കെ അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ ഈട്ടെന്ന് പറഞ്ഞാലും ഈശൻ എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഒന്നും അഭിപ്രായ വ്യത്യാസം ആവശ്യമില്ല. എന്താ അർത്ഥം? സകലവും ഏതൊരു നിയമത്തിന് വിധേയമാണോ, സർവ നിയമങ്ങളെയും നിയമിക്കുന്നതാരോ അവൻ ഈശ്വരൻ. അങ്ങനെയൊന്നും ഇല്ലാന്നേ ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റില്ല. ഈശ്വരനൊന്നും ഇല്ല എന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഘടകങ്ങളും നിയമത്തിന് വിധേയമായി ചലിക്കുന്നത് നമ്മൾ കാണുന്നു. ഈശ്വരന് വിളിച്ചോളണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും. സംസ്കൃത ഭാഷയിൽ ഈശ്വരൻ അഥവാ ഈട്ട് അല്ലെങ്കിൽ ഈശൻ തന്നെ പറഞ്ഞോളണം എന്നൊരു നിർബന്ധവും നമുക്കില്ല. ഏത് ഭാഷയെ സ്വീകരിച്ചോട്ടെ, എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ ഈ ഒരു നിയാമക ശക്തിയെ
ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരണു കണം മുതൽ മൊത്തം ബ്രഹ്മാണ്ടം വരെ ഞാൻ നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ സകലവും ഒരു വ്യവസ്ഥയ്ക്ക്, ഒരു നിയമത്തിന് വിധേയമായി ചലിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഒരണു അണുവായിരിക്കുന്നത്, ഈ ബ്രഹ്മാണ്ടം അഖിലവും ബ്രഹ്മാണ്ടമായിരിക്കുന്നത് ഒരു നിയമക്രമത്താലാണ്. ചിന്തിക്കുക. ഒരണു അണുവായിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ അണുവായിരിക്കുന്നത് ഒരധികരണത്തിൽ വിവിധങ്ങളായ അഥവാ ഏറെക്കുറെ വിപരീതങ്ങളായ ശക്തിസ്പന്ദനങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഒരധികരണത്തിൽ വിരുദ്ധങ്ങളും വിപരീതങ്ങളുമായ ശക്തിസ്പന്ദനങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഒരണു അണുവായി നിലനിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതങ്ങനെയാ. എങ്കിൽ അതേപോലെ ഈ പ്രപഞ്ചമഖിലവും അനേക കോടി ഗ്രഹനക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഒരു നിയമിതമായ ക്രമത്തിൽ ഒരു അണ്ഡമായി നിലനിൽക്കുന്നെങ്കിൽ, ദേശകാല നിയമങ്ങൾക്കനുസൃതമായി നിലനിൽക്കുന്നെങ്കിൽ യാതൊരു സംശയവുമില്ല, അതിനെ നിയമിക്കുന്ന ശക്തിയുണ്ട്. ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു അണുകണത്തിനുള്ളിലേക്കും മൊത്തം ബ്രഹ്മാണ്ടത്തിലേക്കും നമ്മൾ ചിന്തയെ പ്രവേശിപ്പിച്ചപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. ഈ വ്യഷ്ടി ശരീരത്തിലേക്ക് നിരൂപണം ചെയ്തപ്പോഴും മൊത്തം സമഷ്ടി ശരീരത്തിലേക്ക് നിരൂപണം ചെയ്തപ്പോഴും ഇതേ നിയമവ്യവസ്ഥയാണ് എനിക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. ഈ വ്യഷ്ടി ശരീരം എന്തൊരു അത്ഭുതകരമായൊരു പിണ്ഡമാണിത്! എന്തൊരത്ഭുതം! ലക്ഷക്കണക്കിന് കോശങ്ങൾ, അവയ്ക്കോരോന്നിനും നിയതമായ വ്യക്തിത്വം. കാരണം അവയ്ക്ക് ഓരോന്നിനും അനുകൂലമായതിലേക്ക് പ്രവൃത്തിയും പ്രതികൂലമായതിൽ നിന്ന് നിവൃത്തിയുമുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് വ്യക്തിഭാവമുണ്ട്. അതാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞത്. ഇങ്ങനെ സ്വതന്ത്രമായ തനതായ വ്യക്തിത്വത്തോടു കൂടിയ കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് അനേകായിരം കോശ സമൂഹങ്ങളായി, അവ ചേർന്ന് പ്രത്യേകം പ്രത്യേകം അവയവവിശേഷങ്ങളായി അവ ചേർന്ന് ഈ പിണ്ഡം, ഈ ശരീരമായി ഞാൻ നിലനിൽക്കുമ്പോൾ, ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ഇതിനെ മുഴുവൻ ചേരുംപടി ചേർത്തിണക്കി ഒരു സംഘാതമാക്കി നിലനിർത്തുന്ന അമേയമായൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ. അത് അത്യത്ഭുതകരമെന്നല്ലാതെ എന്തു പറയാൻ? അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപണം ചെയ്യാൻ പ്രയാസകരമായതാണ് ഈ ശരീരത്തിൻ്റെ ഘടന എന്ന് ഭാഷ്യകാരൻ അന്നേക്കന്നേ തൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞു വെച്ചത് ഇന്നും എന്നും പ്രസക്തമാണ്. എങ്കിൽ ഈ വ്യഷ്ടിദേഹത്തിലും സമഷ്ടിദേഹത്തിലും ഇതിനെ മുഴുവൻ ചേർത്തിണക്കി നിയന്ത്രിക്കുന്ന, നിയമിക്കുന്ന ശക്തിവിശേഷം, ഈ ശക്തിവിശേഷത്തിൻ്റെ നിയമനമില്ലെങ്കിൽ ഈ ശരീരമില്ല. നോക്കൂ, കാണുക എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സങ്കീർണമാണ്. കേൾക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സങ്കീർണമാണ്. അതിനെക്കുറിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള എത്രയോ വിദ്വാൻമാർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇതുപോലെ ഓരോ പ്രവർത്തനവും സങ്കീർണമാണ്. ചിരിക്കുന്ന പ്രക്രിയ എത്ര സങ്കീർണം! കരയുന്നതോ, കണ്ണുപൂട്ടി തുറക്കുന്നതോ, മലമൂത്രം വിസർജനം ചെയ്യുന്നതോ, അതിനേക്കാൾ ചെയ്യാതിരിക്കുന്നതോ അത്യത്ഭുതമാണ്. ഓരോന്നിൻ്റെയും പിന്നിലുള്ള നിയമക്രമങ്ങളെ നമ്മൾ അല്പം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത്യത്ഭുതകരം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്,
വളരെ സങ്കീർണമായൊരു പ്രക്രിയയിലൂടെ ഞാൻ കണ്ടു, വളരെ സങ്കീർണമായൊരു പ്രക്രിയയിലൂടെ ഞാൻ കേട്ടുവെങ്കിൽ ഇത് രണ്ടും ഒരു ഞാനല്ലേ ചെയ്തത്? ഈ രണ്ട് തരം അറിവിനെ സ്വരൂപിക്കുന്ന, ക്രിയയെ ചെയ്യുന്ന വിശേഷതകൾ ഞാനാകുന്നൊരു സാമാന്യത്തിൽ എങ്ങനെ യോജിച്ചു? അതിനെ ചെയ്തതാര്? കോർത്തിണക്കിയതാര്? ഇല്ലെങ്കിൽ കണ്ടവനൊന്ന് വേറെ കേട്ടവനൊന്ന് വേറെ എന്നുള്ള ബോധമായിരുന്നു വേണ്ടിയിരുന്നത്? ആരിതിനെ ചേർത്ത് കോർത്ത് ഘടിപ്പിക്കുന്നു? ആ ഘടിപ്പിക്കുന്നവൻ്റെ അഭാവത്തിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്കിൽ അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന ഒരു പ്രജ്ഞാവിശേഷം, ഒരു ബോധസ്വരൂപം ഉണ്ടായേ തീരൂ. ഈ ശരീരത്തിൽ നമ്മൾ പറയാറുണ്ട് ബോധം കെട്ടു എന്നൊക്കെ പറയാറുണ്ട്. ബോധം കെട്ടാൽ തന്നെ നമ്മുടെ സ്ഥിതി എന്താ? ചിന്തിക്കുക. ബോധമാണ് നമ്മളെ നിലയ്ക്ക് നിർത്തുന്നത്. ഈ വ്യഷ്ടി ശരീരത്തിൽ മനുഷ്യൻ്റെ ആകാരത്തിലും തൂക്കത്തിൻ്റെ ആ അളവിലും ഒരു പ്രതിമയുണ്ടാക്കി നിലനിർത്താൻ ആർക്കും കഴിയില്ല. പ്രതിമ നിൽക്കില്ല, തലയടിച്ച് കുത്തനെ വീഴും. അത്രയ്ക്ക് ആ തലക്കനം. എന്ത് നമ്മുടെയൊക്കെ തലക്കനം എന്താ? ആരാ മോശക്കാർ? ഒരു സാമാന്യ ശരീരഘടനയുള്ളൊരു വ്യക്തിയുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും അയാൾ ബാലൻസ് ചെയ്ത് നിൽക്കും. അത്രയും ആ തലക്കനം. നമുക്കൊക്കെ കൂടുതലാവൂട്ടുവോ കുറേ. തമാശ പറയല്ല. ഓരോരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്വാഗതങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടിക്കൂടി വരിക തലക്കനം. അപ്പോൾ പറഞ്ഞ ആശയം, മനുഷ്യൻ്റെ ആകാരത്തിലൊരു പ്രതിമയെ നിലനിർത്താൻ കഴിയില്ല. നമ്മൾ ഈ കടകളുടെ മുമ്പിലൊക്കെ കാണുന്ന പ്രതിമ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രപ്പോർഷൻ മനുഷ്യൻ്റെ ആകാരത്തിലല്ല, രൂപയേ ഉള്ളൂ, ആകൃതിയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, നിൽക്കുന്ന ആൾ നടക്കുന്ന ആൾ ബോധം കെട്ട അപ്പം വീഴുന്നുണ്ട്. ബോധം കെട്ടുപോയിട്ടേ ഉള്ളൂ, അപ്പം തന്നെ വീണു. എങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ബോധം കെടില്ല. പക്ഷേ നമുക്ക് സാമാന്യം ബുദ്ധി കൊണ്ട് നിരൂപണം ചെയ്താൽ മനസ്സിലാവും. അതെങ്ങനെ? ഇവിടെ ഉള്ളത് തന്നെയാണ് അവിടെ കാണുന്നത്. ഈ പിണ്ടത്തിൽ എന്തുണ്ടോ അത് തന്നെയാണ് ഞാൻ ബ്രഹ്മാണ്ടത്തിൽ കാണുന്നത്. എല്ലാം ഒരു മാറ്റവും ഇല്ല. യദേവേഹ തദമുത്ര, യദമുത്ര തദന്യഹ. ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് അവിടെ, അവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതങ്ങോട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഈ വ്യഷ്ടി ശരീരത്തെയും സമഷ്ടി ശരീരത്തെയും ഒന്നായി ചേർത്ത് കോർത്തിണക്കി സകല നിയമങ്ങൾക്കും ഉപരി അധിനിയമമായി വിലസുന്ന, എന്ത് പേര് വിളിച്ചാലും കൊള്ളാം, പേരിനെക്കുറിച്ച് തർക്കം ആവശ്യമില്ല, പക്ഷേ അനിഷേധ്യമായ ഒരു വിശേഷത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന് നമ്മുടെ ആചാര്യന്മാർ നമ്മൾ പേര് പറയുന്നു ഈശ്വരൻ, ഈശൻ, ഈട്ട് എന്നൊക്കെ. ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ അത് പറയാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല, പേര് എന്തോ ആയിക്കോട്ടെ, എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ ഈ ഒരു തത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പം നിയമിക്കുന്നവൻ ഈശ്വരൻ. ഈശ്വരനാൽ വാസ്യം, ആച്ഛാദനീയം. ഇപ്പം ഇവിടെ രണ്ട് ബന്ധങ്ങളെ ചിന്തിക്കണം എന്നുകൊണ്ട് ഒരു ബന്ധമല്ലേ ചിന്തിച്ചുള്ളൂ. അതെ, നിയമ നിയാമക ബന്ധേ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ് കാര്യ കാരണ ബന്ധം. ആ ചിന്ത നമുക്ക് നാളെ ആവാം, കൃത്യസമയത്തിന് ഒത്തുചേർന്ന്. ഇവിടെ നമ്മൾ പ്രഭാഷണത്തെ പോലെ തന്നെ പ്രാധാന്യം ചർച്ചകൾക്ക് നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചൊന്ന് സമയം കുറയ്ക്കാം, എങ്കിലും ഇന്ന് ആ ഭാഗം ചിന്ത തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കണം. അങ്ങനെ സംശയ നിവാരണത്തിലൂടെ ചർച്ച വന്നാൽ മാത്രമേ വിഷയം പൂർണ്ണമാവൂ. പ്രഭാഷണത്തെക്കാൾ നമുക്ക് ആവശ്യം അതാണെന്ന് മനസ്സിലാക്കുക.